ഈ അർജന്റീന ആരാധകർക്ക് ഉറക്കമിളക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒട്ടും സമ്മർദ്ദമില്ലാതെ ആശങ്കകളില്ലാതെ ആസ്വദിച്ച് കാണാൻ കഴിയുന്ന ഒരു ലോകകപ്പ് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാരായി വരുന്ന അർജന്റീന നാളെ രാവിലെ ഒരിക്കൽ കൂടി മൈതാനത്ത് ഇറങ്ങാൻ പോവുകയാണ്. ലോകവേദിയിൽ പന്ത് തട്ടാൻ ഇറങ്ങാൻ പോവുകയാണ്. എതിരാളികൾ അത്ര നിസ്സാരക്കാരല്ല. അൾജീരിയയാണ്, 27ാം റാങ്കിലാണ് അവരുള്ളത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലൊക്കെ അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരുന്നു അവരുടെ പരിശീലനം. എങ്ങനെയാണ് അർജന്റീനയെ പൂട്ടുക എന്നുള്ളതായിരിക്കും അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും സ്കലോണി ആദ്യ മത്സരത്തിൽ ടീമിനെ ഇറക്കാൻ പോകുന്നത്. ആദ്യ 11 സാധ്യത ലൈനപ്പാണ് നമുക്ക് നോക്കുന്നത്. എന്തായാലും മൈതാനം ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് സാധ്യത 11 ടീമിനെ ഒന്ന് മൈതാനത്തേക്ക് നിരത്തി നിർത്തുകയാണെങ്കിൽ ഇതാണ് അർജന്റീനയുടെ ഒരു സംഘം. ഒരുപക്ഷെ 4-3-3 എന്നുള്ള ശൈലിയിലേക്കായിരിക്കും അർജന്റീന നാളത്തെ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ ടീമിനെ വിന്യസിക്കാൻ പോകുന്നത്. ശൈലിയിൽ മാറ്റം വരാനും സാധ്യതകൾ നമുക്ക് കളയാൻ കഴിയില്ല. എമിലിയാനോ മാർട്ടിനസ് ഏതായാലും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട്. എമിലിയാനോ മാർട്ടിനസ് തന്നെ ഗോൾ വലയ്ക്ക് മുന്നിൽ ഉണ്ടാകും ഗോൾ കീപ്പറായി എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് സെൻട്രൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ റൊമേറോ ഉണ്ട്. ക്രിസ്ത്യൻ റൊമേറോയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചുകൂടി അഗ്രസീവാണ്. വളരെ പെട്ടെന്ന് കാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു താരമാണ്. ഏതായാലും റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും ആദ്യ 11-ൽ ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടാമെൻഡി ആയിരിക്കും. ഇനി ഇടത് ബാക്കായി ലെഫ്റ്റ് വിങ് ബാക്കായിക്കൊണ്ട് മെദീനയാണ്. ഫക്കുണ്ടോ മെദീന, അത്ലറ്റിക്കോ മാദ്രിദിന്റെ താരമായിട്ടുള്ള ഫക്കുണ്ടോ മെദീന അതിവേഗം പന്ത് മുന്നോട്ട് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി അദ്ദേഹം വിങ് ബാക്കായി കളിക്കുകയും ചെയ്യും. മധ്യനിരയെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വലതുവശത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നൊഹൽ മൊളീനയുണ്ട്. മൊളീന അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പ്ലെയറാണ്. ഏതായാലും മോണ്ടിയൽ അല്ലെങ്കിൽ മൊളീന ആയിരിക്കും ഇവിടെ കളിക്കാൻ ഇറങ്ങുകയും ചെയ്യാം. മധ്യനിരയിലേക്ക് വരുമ്പോൾ സമ്പന്നമാണ്. മധ്യനിരയിലും കാര്യങ്ങൾ വലിയ ആശങ്കകളൊന്നും ഇല്ല. എൻസോ ഫെർണാണ്ടസ് കുറച്ചുകൂടി ഡിഫൻസീവ് റോളിലായിരിക്കും ഇറങ്ങി കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയുടെ ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മക്കലിസ്റ്റർ അവിടെയുണ്ട്. ഒപ്പം തന്നെ ഡീപോൾ മെസ്സിക്ക് വേണ്ടി എന്തും നൽകാൻ തയ്യാറായിട്ടുള്ള താരം. ഈ 3 താരങ്ങളുടെ ഏതായാലും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ അതേതായാലും ക്ലിക്ക് ചെയ്തിട്ടുമുണ്ട്. സ്കലോണി ആ ഒരു 3 പേരെയും ഒരുമിച്ച് ഇറക്കിയപ്പോഴൊക്കെ വിജയം കണ്ടിട്ടുമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇവർക്ക് പകരമായി വേണമെങ്കിൽ ലോ സെൽസോയെ പോലെയുള്ള താരങ്ങൾ കൂടിയുണ്ട്. ഇനി മുന്നേറ്റത്തിൽ സ്ട്രൈക്കേഴ്സായിട്ട് വരുന്നത് ഒന്ന് മറ്റാരുമല്ല, നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുകയൊന്നും വേണ്ട, ലയണൽ മെസ്സി തന്നെ. ലയണൽ മെസ്സി വലതുവശത്തു കൂടി തൻ്റെ ഇടങ്കാല് കൊണ്ട് ഷോട്ടുകൾ ഉതിർക്കാനായി ലയണൽ മെസ്സി എവിടെ ഉണ്ടാവും. ലൗത്താരോ മാർട്ടിനസ് അല്ലെങ്കിൽ അൽവാരസ് ഉണ്ട്, ഹൂലിയൻ അൽവാരസ് ഉണ്ട്. ഒപ്പം തന്നെ ഈ അൽമാഡയും അതുപോലെ തന്നെ മെസ്സിയും പൊസിഷൻ മാറി കളിക്കാനുള്ള സാധ്യതകൾ. പൊസിഷൻ മാറുകയല്ല, അതായത് ഇപ്പോൾ മെസ്സി മുന്നോട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മധ്യനിരയെ കൂടി സഹായിക്കുന്ന റോളായിരിക്കും അൽമാദയ്ക്ക് ഉണ്ടാകുക. ഇനി അൽമാദ മുന്നോട്ട് കയറി കളിക്കുകയാണെങ്കിൽ മെസ്സി മധ്യനിരയിൽ ഒരു നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അൽമാദ കുറച്ചുകൂടി മുന്നോട്ട് കയറി കളിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു സാധ്യത 11 ഉള്ളത്. ഇനി ഇതിൽ ഒരുപക്ഷേ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത സബ്ലിസ്റ്റ് കൂടി നോക്കുകയാണെങ്കിൽ ഒട്ടാമെൻഡി ഉണ്ട്. അവിടെ സെൻട്രൽ ബാക്ക് സ്ഥാനത്തേക്ക് ലിസാൻഡ്രോ അല്ലെങ്കിൽ റൊമേറോയ്ക്ക് പകരം വരാനുള്ള ഒട്ടാമെൻഡി ഉണ്ട്, സെൻസി ഉണ്ട്. അതുപോലെ തന്നെ മോണ്ടിയൽ അത് വലത് വിങ് ബാക്കായി ഇവിടെ മൊളീനയ്ക്ക് പകരം വരാൻ ഉതകുന്ന ഒരു താരമായിട്ടുള്ള മോണ്ടിയൽ ഉണ്ട്. ലോ സെൽസോ മധ്യനിരയിലേക്ക് ഇറങ്ങാൻ ലോ സെൽസോ അവിടെയുണ്ട്. നിക്കോ പാസ് മെസ്സിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം അത്രത്തോളം നമുക്ക് ഇപ്പോഴേ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും നിക്കോ പാസിനെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാം. നിക്കോ പാസ് അവിടെ ഇറങ്ങാനുണ്ട്. അതുപോലെ തന്നെ സിമിയോണി അധ്വാനിച്ച് കളിക്കും. അതായത് പ്രതിരോധത്തിലും സഹായിക്കും, അതുപോലെ മുന്നേറ്റത്തിലേക്കും സഹായിക്കും. അതാണ് നിക്കോ വില്യംസിൻ്റെയും അതുപോലെ തന്നെ സിമിയോണിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിക്കോ ഗോൺസാലസിൻ്റെയും സിമിയോണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിരോധത്തെയും അതുപോലെ തന്നെ അറ്റാക്കിനെയും ഒരുപോലെ സഹായിക്കുന്ന താരങ്ങളാണ്. ഹൂലിയൻ അൽവാരസ് ഒരു ഗോളടി മെഷീനായി വർത്തിക്കുന്ന ഹൂലിയൻ അൽവാരസിനെ പോലെയുള്ള താരങ്ങൾ ഇറങ്ങാനുണ്ട്. അങ്ങനെ വൈവിധ്യങ്ങളാൽ നിറഞ്ഞ ഒരു അർജന്റീന സംഘം പന്ത് തട്ടാൻ ഇറങ്ങുകയാണ്. ആദ്യ മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ് നാളെ രാവിലെ 6:30.